കൺഗ്രാറ്റ്സ് ലോക. എന്തിന്? മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ 300 കോടിയായില്ലേ? അതാകാൻ പോകുന്നല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, കൺഗ്രാറ്റുലേഷൻസ്. താര കിടിലം പടമാണ് കേട്ടോ. താങ്ക് യു. താനേതായാലും ഭാഗ്യവാനാ. അതെന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റ് മൂവായ പുഷ്പ 2 പോലും മലയാളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. തന്നെ അവർക്ക് ഇഷ്ടമായില്ലേ? അതെ, അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആർക്കാന്നറിയാവോ? എന്റെ കാര്യത്തിൽ അത് DQ ആണെന്നാ പറയുന്നത്. തന്റെ കാര്യത്തിൽ ആരാണെന്നറിയില്ല? ഇല്ല, ആരാ? അത് മറ്റാരുമല്ല, ഋഷഭ് ഷെട്ടി. കാന്താര ചാപ്റ്റർ 1 എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയമായിട്ട് തുടരുകയാണ്. സോ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ക്രാഫ്റ്റ്മാൻ, അല്ലെങ്കിൽ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു സംവിധായകനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇന്ത്യൻ സിനിമയിൽ നമുക്ക് ഒരുപാട് വലിയ ബാങ്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വിഷറി ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. രാജമൗലി ആയിക്കോട്ടെ, ശങ്കർ ആയിക്കോട്ടെ, ലോകേഷ് ആയിക്കോട്ടെ, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ എമ്പുരാനെ പറ്റിയൊക്കെ ഒരുപാട് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന എമ്പുരാൻ പോലൊരു സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന വലിയൊരു ഇതാണ്. പിന്നെ കൽക്കിയുടെ ഡയറക്ടർ, അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അവരിൽ നിന്നെല്ലാം ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഡയറക്ടറിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം അത് റൈറ്റ് ചെയ്തു. കാന്താര എന്ന് പറയുന്ന സിനിമ അദ്ദേഹം റൈറ്റ് ചെയ്തു. അത് എന്താ പറയാ, കർണാടകയിലുള്ള ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു കഥയെ അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം മാറ്റം വരുത്തി അദ്ദേഹം അത് എഴുതി, അത് ഡയറക്റ്റ് ചെയ്ത്, അത് പെർഫോം ചെയ്ത്. അതാണ് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറിനോട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആരാധന തോന്നാനുള്ള പ്രധാന കാരണം. അദ്ദേഹത്തിനോട് നേരിട്ട് എനിക്ക് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ചോദിക്കണമെന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ഓഡിയൻസിനോട് ഇത് പറയുന്നത്. ഇപ്പം കാന്താര ചാപ്റ്റർ 1 എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഇന്റർവെല്ലിനോട് അടുപ്പിച്ച് കുറച്ച് സീക്വൻസുകളുണ്ട്. ഞാൻ എന്താണെന്നുള്ള ഡീറ്റെയിൽ പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു സ്പോയിൽ എലമെന്റ് ആയതുകൊണ്ട്. പക്ഷെ ആ ഒരു സീക്വൻസ് തുടങ്ങി ഇന്റർവെൽ എന്ന് എഴുതി കാണിക്കുന്നത് വരെ കാണിക്കുന്ന ആ പോർഷൻ തന്നെ എന്നെ സംബന്ധിച്ച്, ഞാൻ എത്ര രൂപയാണോ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് കൊടുത്തത്, അതെനിക്ക് വർത്തായിട്ട് ഫീൽ ചെയ്തു. ആ പർട്ടിക്കുലർ പോർഷൻ തന്നെ എനിക്ക് വർത്തായിരുന്നു. അത് ഇന്ത്യൻ സിനിമയിൽ അതുപോലെ പെർഫെക്ഷനിൽ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്തത് കൊണ്ട് ഡെഫിനറ്റ്ലി മറ്റ് ഡയറക്ടേഴ്സ് അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഈ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ ഒരു വിഷനും, അത് ഡെഫിനറ്റ്ലി അദ്ദേഹം അത് പെർഫോം കൂടെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനൊരു എടുത്തെടുത്ത് പറയുന്നത്. ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് ഒരു ഫിലിം മേക്കിങ്ങിൽ ഏറ്റവും പാടുള്ള കാര്യങ്ങളിലൊന്ന്. ഭയങ്കര ടെൻഷനുള്ള, ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കാണേണ്ട, ഒരുപാട് രീതിയിൽ ടെൻഷനുകളുള്ള ഒരു ജോലിയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ ഒരാൾക്ക് പറ്റാത്തൊരു കാര്യമാണ്. അതോടൊപ്പം അദ്ദേഹം അതിനകത്ത് പെർഫോമും ചെയ്യണം. അതും ഒരു സാധാ ഒരു എന്താ പറയാ, ഒരു ബാഹുബലി പോലെ അല്ലെങ്കിൽ ഒരു KGF പോലെ ഒരു മാസ് പരിവേഷത്തിലുള്ള സാധനമല്ല. ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അതായത് കാന്താരയുടെ നേരത്തെ ഇറങ്ങിയ പാർട്ടിന്റെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത്, കാന്താര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമല്ല. പക്ഷെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അതിന്റെ ഒരു 20 മിനിറ്റ്, ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓറയുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഗുളികൻ, ആ ഒരു സീക്വൻസ്, അത് അദ്ദേഹം എങ്ങനെ ചെയ്തു എന്ന് നമുക്ക് തോന്നിപ്പോ. അത് ഒരു സംവിധായകൻ പറയും നമുക്ക് ഇങ്ങനെയൊക്കെ വേണം എന്നൊരു ആക്ടറിനോട് പറയുമ്പോൾ ആ ആക്ടറിന്റെ ഒരു വേർഷൻ വരും. ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അത് മനസ്സിൽ കണ്ട് അത് അദ്ദേഹത്തിന്റെ രീതിയിൽ അത് പുറത്തു കൊണ്ടുവരികയാണ്. അതിന്റെ ഒരു ബിഗ്ഗർ വേർഷനാണ് നമ്മൾ കാന്താര 2 ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന കാന്താരയിൽ കാണുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ ഉള്ളതുപോലെയാണോ എന്ന് വെച്ചാൽ അതിന് വേറൊരിതാണ്. കാര്യം ടോട്ടൽ ഡിഫറെന്റ് ക്യാരക്ടറാണ്. അതുകൊണ്ട് അതുപോലെ ആകാൻ പാടില്ല, എന്നാൽ ഇതിൽ താഴെ പോകാനും പാടില്ല. അങ്ങനെ കണ്ട് അദ്ദേഹം അത് ചെയ്തു എന്ന് പറയുന്നത്, ഒരാൾ എങ്ങനെയാണ് ഒരു പെർഫോമൻസ് ചെയ്തു. വേറൊരു പടം ഓക്കെ, ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രീക്വൽ കാര്യം പറയുമ്പോൾ അതുപോലെ ആകാൻ പറ്റില്ല, അതിന് മുകളിൽ അത് ചെയ്യാൻ വേണം. ഇതാകാനും പാടില്ല, ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന ഒരു കാര്യം ആകാനും പാടില്ല. അതെങ്ങനെ ഒരാൾ ഒരു ബെഞ്ച് മാർക്ക് ഓൾറെഡി സെറ്റ് ചെയ്തു അതിന്റെ മുകളിൽ ചെയ്യാന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഋഷഭ് ഷെട്ടി അത് വളരെ സിമ്പിൾ ആയിട്ട് അത് ചെയ്തു എന്നുള്ളതാണ്. കാന്താര 2-ന് ഇപ്പൊ സിനിമാപരമായിട്ടിരുന്നിട്ട് ഇതിനിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതൊന്നും ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് കൊണ്ട് അതിനെല്ലാം അദ്ദേഹം കളഞ്ഞിരിക്കുകയാണ്. അത് എന്താ പറയാ, എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഒരു റോക്കി ബായുടെ ഒരു കാര്യം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു തിയേറ്ററിൽ ഒരു സ്ക്രീനിൽ നമ്മൾ ഒരു വലിയൊരു ഇതിൽ കാണുമ്പോൾ ഓക്കെ, ഒരു മാസ് സാധനമാണ്, നമ്മൾ കൈയടിക്കും. പക്ഷെ ഇതിനകത്ത് ഒരു ഡിവോഷണൽ എലമെന്റ്സ് ഉണ്ട്. അത് എല്ലാ ആൾക്കാർക്കും അത് കണക്ട് ആകണം. ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഓവർ അല്ലേ എന്ന് തോന്നും. പക്ഷെ അതൊക്കെ ഒരു മീറ്ററിൽ അദ്ദേഹം നിർത്തിക്കൊണ്ട്
അദ്ദേഹം അത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അതായത് ഡിറക്ഷൻ അവിടെ ഒരു വലിയൊരു ഡിറക്ഷൻ എന്ന് പറയുന്ന വലിയൊരു കടമ്പ ഇവിടെ കിടക്കുമ്പോൾ അതോടൊപ്പം നിന്ന് അത് പെർഫോം കൂടെ ചെയ്യുന്നു. പെർഫോം ചെയ്യണം, അത് മറ്റുള്ളവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കണം, ഇന്ന ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ എസ്പെഷ്യലി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആ ഇന്റർവെല്ലിന് മുമ്പുള്ള ആ പോർഷൻ, പിന്നെ ക്ലൈമാക്സിൽ ഒരു ചെറിയ കുറച്ച് സാധനങ്ങളുണ്ട്, ഒരു വാർ, അതിന്റെ ഒരു സംഭവങ്ങൾ, അതൊക്കെ വിത്തിൻ ആ ഒരു എങ്ങനെയാണ് അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്ത്, അദ്ദേഹത്തിന്റെ വിഷനിൽ എങ്ങനെ വന്നു, ഇത് ഇന്ന ഇന്ന കാര്യങ്ങൾ അത് ചെയ്യണം, ഇന്ന ഇന്ന കാര്യങ്ങൾ, അതും ഒരു കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഇപ്പൊ RRR പോലെ അല്ലെങ്കിൽ കൽക്കി പോലെയുള്ള വലിയൊരു ബജറ്റിൽ വരുന്നതിന് പകരം ഒരു ലിമിറ്റഡ് കമ്പാരിറ്റീവ്ലി അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് ലിമിറ്റഡ് ബജറ്റ് ആണ്. അത് വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇതിന് ലിമിറ്റഡ് ബജറ്റ് ആണെന്ന് പറഞ്ഞാലും കുറച്ച് ബജറ്റ് എന്നല്ല. ബട്ട് കമ്പാരിറ്റീവ്ലി ഒരു RRRന്റെ ഒരു ഇന്റർവൽ പോർഷന് മുടക്കിയ പൈസ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഒരു ടോട്ടൽ ബജറ്റ് എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ട് അത് എസ്പെഷ്യലി അതിനകത്ത് പിന്നെ സ്പോയിൽ എലമെന്റുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്താണെന്ന് പറയാതെ എക്സ്പ്ലെയിൻ ചെയ്ത് ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം അതെങ്ങനെ അത് മനസ്സിൽ കണ്ടത് വളരെ വൃത്തിയായിട്ട്, അതൊരു ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട്, എസ്പെഷ്യലി 1-2 ഷോട്ടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ അമ്പോ എന്ന് ഞാൻ പറയുന്നത്, അങ്ങനെ തിയേറ്ററിൽ നിന്ന് കണ്ട കുറച്ച് സാധനങ്ങളാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന്, അവിടെ ഒരു പ്രശ്നം, അങ്ങനെയൊന്നും തോന്നാത്ത രീതിയിൽ വളരെ റിയലി അവിടെ ഒരു അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മനുഷ്യ നിങ്ങൾ ഇത് ചെയ്തത്? എങ്ങനെയാണ് നിങ്ങൾ ഒരു മനുഷ്യൻ ഒരാൾ ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് എൻറ്റയർ കാര്യങ്ങളും നടക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാണെന്നുള്ളത് ഈ ഒരു സിനിമ, ഇപ്പം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സിനിമ, ഈ സിനിമ കഴിഞ്ഞ് വേറൊരു സിനിമ, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള ഒരു സിനിമയല്ല ഇത്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ട്, അത് അദ്ദേഹം വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എവിടെയോ വായിച്ചതാണ്, എനിക്കറിയില്ല വായിച്ചാണോ ഇന്റർവ്യൂവിൽ എന്ന് പറഞ്ഞാണ്, നമ്മൾ ആ സിനിമയിൽ കാണുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ അതിന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ അവർ ലിറ്ററലി അങ്ങനെ ഒരു സ്ഥലം അവർ ഉണ്ടാക്കിയെടുത്തത്. അതായത് ഒരു സെറ്റോ VFXോ അല്ലാതെ ലിറ്ററലി ആ ഒരു സ്ഥലം, ആ ഒരു രാജ്യം, ഒരു അമ്പലം, ഒരു മെയിൻ ഒരു അമ്പലം ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ആ അമ്പലം, പിന്നെ ആ രാജ്യത്തിന്റെ കുറച്ച് പോർഷൻ, അതൊക്കെ അവർ റിയലി അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോ ലിറ്ററലി അതുണ്ട്. അപ്പം ഒരു വിഷൻ എന്നതിലുപരി അദ്ദേഹത്തിന് അറിയാം ഇതിനൊക്കെ നമ്മൾ ഇതിനാണ് കാശ് കറക്റ്റായിട്ട് മുടക്കേണ്ടത്, ഇതിന് കാശ് മുടക്കണം, ഇതിന് കാശ് മുടക്കേണ്ട ആവശ്യമില്ല എന്നുള്ള വ്യക്തമായ ധാരണയുള്ള ഒരു ഫിലിം മേക്കർ. ബാക്കിയുള്ള എല്ലാ ഫിലിം മേക്കേഴ്സിൽ നിന്നും ഞാൻ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന വ്യക്തിയെ വ്യത്യസ്തനായി കാണുന്നത് ഇതുകൊണ്ടാണ്. അതായത് എവിടെ കാശ് മുടക്കണം, അല്ലെങ്കിൽ ഇവിടാണ് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കേണ്ടത്, ഇവിടെ നമുക്ക് ഒഴിവാക്കാം എന്ന് വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉള്ളതുപോലെയാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും ഉള്ളതായിട്ട് എനിക്ക് ഒരു പോയിന്റിൽ പോലും ഇതിന് കാശ് മുടക്കിയതിന് പകരം ഇവിടെ മുടക്കിയിരുന്നെങ്കിൽ നന്നായെന്ന് നമ്മൾ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ റീസെന്റ് വന്ന വലിയ വലിയ സിനിമകൾക്ക് നമുക്ക് തോന്നാറുണ്ട്, ഇത് ഇവർക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് ഇതിന് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിന് അങ്ങനൊന്നുമില്ല. ഇവർക്ക് കിട്ടിയ ബജറ്റ്, അല്ലെങ്കിൽ ആ ബജറ്റ് തന്നെ പറയാം, ആ ബജറ്റ് വെച്ചിട്ട് നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് എങ്ങനെ കാശ് മുടക്കാം, എങ്ങനെ അത് പെർഫെക്റ്റ് ആക്കാം, അന്ന് ബാക്കിയുള്ള എല്ലാ ടീമും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഋഷഭ് ഷെട്ടി എന്ന് മാത്രം പറയുന്നത് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു എഫേർട്ടാണ് ഇതിന്റെ എല്ലാ ഒരു മെയിൻ കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അദ്ദേഹം അത് വ്യക്തമായി എഴുതിയ ഒരു കഥ ഭയങ്കര സംഭവമായിട്ടുള്ള കഥയാണെന്ന് വെച്ചാൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു കഥയാണ്. അതിനകത്ത് ഈ പറയുന്ന കാന്താര ഫസ്റ്റ് പാർട്ടിലുള്ള നേരത്തെ റിലീസ് ചെയ്ത അതിനകത്തുള്ള പോർഷൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാനാണെങ്കിലും ഈ പോർഷൻ എപ്പോഴായിരിക്കും വരുന്നത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് വേണമെങ്കിൽ അവർക്ക് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യായിരുന്നു, അത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അനാവശ്യമായിട്ട് കയറിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതായത് ഏറ്റവും കൂടുതൽ പെർഫോമൻസ്, ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ സീൻ നേരത്തെ ഇറങ്ങിയ സിനിമയിൽ കാന്താര പാർട്ട് 2, അതായത് ആദ്യം ഇറങ്ങിയ കാന്താരയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈയടിച്ച സീൻ എന്ന് പറയുന്നത് ആ ക്ലൈമാക്സിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ്. അത് വേണമെങ്കിൽ ഇപ്പം ഒരുപാട് സ്ഥലത്ത്, അതായത് ഫസ്റ്റ് ഹാഫിൽ അത് യൂസ് ചെയ്യാം, സെക്കൻഡ് ഹാഫിൽ 1-2 സ്ഥലത്ത് യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനൊന്നും ചെയ്യാതെ ഒരു പോർഷനിലാണ് അത് വരുന്നത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിയുമ്പോൾ ഒരു പോർഷൻ അത് വരുന്നുണ്ട്. അത് വളരെ കാശ് കൂടുതലായിട്ട്, അതായത് കൂടുതൽ ബജറ്റ് ഉള്ളതുകൊണ്ട് അന്നേരം കാണിക്കേണ്ടതിന്റെ ഒരു വലിയൊരു വേർഷൻ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതായത് പഴയ പോർഷനും ആകാൻ പഴയ സിനിമയിലുള്ളത് കാണാൻ പാടില്ല, എന്നാൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിലൊരു പെർഫോമൻസ് ഉണ്ട്. ഇതെങ്ങനെയാണ് അദ്ദേഹം അത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത് എഴുതി വെക്കാനോ ഒക്കെ, ഒരാൾക്ക് എഴുതി വെക്കാനോ വളരെ വലിയ പാടൊന്നുമില്ല. പക്ഷെ ഈ സെയിം കാര്യം
നമുക്കൊരു റെഫറൻസ് എടുക്കാൻ ഒരു പരിധിക്കപ്പുറത്തോട്ട് റെഫറൻസ് ഒന്നുമില്ല, ഒരു സിനിമാറ്റിക് ഒരു സംഭവം കൂടാണ് ആ സിനിമയുടെ ആ പോർഷൻ കാണുമ്പോൾ. ഞാൻ എപ്പോഴും കാണുമ്പോൾ ഇതിനൊരു ഭയങ്കര വൈൽഡ്നെസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആ ഗുളികൻ എന്ന് പറയുന്ന ഇതിന് അദ്ദേഹം ആ ഒരു വേഷത്തിലോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലോട്ട് മാറുന്നുണ്ട് ഇതിന് ഭയങ്കര ഒരു നമുക്ക് പേടി തോന്നുന്ന രീതിയിലോട്ട് മാറും. പക്ഷെ അതേസമയം അദ്ദേഹത്തിന് അത് കാണുമ്പോൾ നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനമായിട്ടും തോന്നുന്നുണ്ട്. രണ്ടും ഒരേ സമയം ആ ഒരു ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം പെർഫോം ചെയ്യുന്നതുകൊണ്ടാണോ അതോ ആ ഒരു ക്യാരക്ടർ റിയൽ ലൈഫ് ഞാനത് കണ്ടിട്ടില്ല, അപ്പോൾ അത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം അത് ചെയ്യുമ്പോൾ ഒരേ സമയം നമുക്കൊരു ഭയമുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ നല്ല രസമാണ്. നമുക്ക് മുഖം മറയ്ക്കാൻ അങ്ങനെ തോന്നത്തുമില്ല, പേടിയും വരില്ല, എന്നാൽ ഭയങ്കര ക്യൂട്ട്നെസ്സും ഉണ്ട്. ഒരു പോയിന്റ്, ക്യൂട്ട്നെസ് എന്നുള്ള വാക്കാണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് നമുക്കത് കണ്ടോണ്ടിരിക്കാനും തോന്നും. ആ ഒരു രീതിയിൽ അതിന് പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു. ഇപ്പം നാഷണൽ അവാർഡ് എന്ന് പറയുന്നതിന് ഇപ്പൊ ഒരു ചിരി വരുന്ന രീതിയാണ്. പക്ഷെ എന്നാൽ പോലും ഇന്ത്യയിൽ എന്നാണോ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഒരു സാധനത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അവാർഡ് അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ. അതിലുപരി അദ്ദേഹം എന്ന ഡയറക്ടർ, നമുക്ക് രാജമൗലി ഉണ്ട്, നമുക്ക് ശങ്കർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലോകേഷ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരുപാട് ഡയറക്ടേഴ്സ് കേരളത്തിൽ തന്നെ ഒരുപാട് വിഷണറി ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഡൊമിനിക് അരുൺ, ഇപ്പൊ ലോകയുടെ ഡയറക്ടർ. ബട്ട് ഇവരിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ഈ പെർഫോമൻസ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഋഷഭ് ഷെട്ടി ഉള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കൊരു നമ്മൾ മലയാളത്തിൽ പറയണ്ട, നമുക്ക് ഒരു പൃഥ്വിരാജ് അല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു രാജ്ബി ഷെട്ടി അദ്ദേഹം ഇങ്ങനെ സിനിമ ഡയറക്റ്റും ചെയ്യും അഭിനയിക്കുകയും ചെയ്യുന്ന ഇതാണ്. പക്ഷെ അതൊരു നമുക്ക് ഒരു ഒരു റെഫറൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇത് പക്ഷെ ഇച്ചിരി വലിയൊരു ക്യാൻവാസിലുള്ളൊരു സാധനം, എന്നാൽ അതിന് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പോയി അതിന് ചുമ്മാ കാശ് മുടക്കിയത് അതിന് വേണ്ടിയിട്ട് കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ കാണി, അങ്ങനെയൊന്നും അല്ലാതെ എന്താണോ അവിടെ വേണ്ടത് അതൊക്കെ കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്യുന്നുള്ളതാണ്. സോ ഋഷഭ് ഷെട്ടി സാർ ഇത് കാണുമല്ലോ എന്ന് എനിക്കറിയില്ല, കാണാനുള്ള ചാൻസ് 0.1% പോലും ഇല്ല. എന്നാൽ പോലും നിങ്ങൾക്ക് വലിയൊരു ഒരു സല്യൂട്ട്. എന്തെങ്കിലും നിങ്ങളെ കാണാൻ പറ്റുകയാണെങ്കിൽ എനിക്കൊരു യൂഷ്വലി അങ്ങനെ ഞാൻ ആരുടെയും കാല് തൊട്ട് തൊഴാറില്ല, പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് വലിയ ഞാൻ ഇനിയും വരാൻ പോകുന്ന ഈ കാന്താര വിട്ടിട്ട് ഇപ്പം ബാക്കിയുള്ള പാൻ ഇന്ത്യൻ സ്റ്റാർസ് എല്ലാം ഈ ഒരു ക്യാരക്ടർ അവരുടെ ഏറ്റവും ഇപ്പം പ്രഭാസനായിക്കോട്ടെ, അദ്ദേഹത്തിന് ബാഹുബലി, യശിനാണെങ്കിൽ KGF റോക്കി ബായി, അല്ലു അർജുനാണെങ്കിൽ പുഷ്പ അല്ല, അദ്ദേഹത്തിന് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലെയുള്ള അതായത് ഇനിയും വരാൻ പോകുന്ന സിനിമകൾ ഏത് രീതിയിലാണ്, ഇപ്പം എനിക്കറിയാവുന്ന പ്രകാരം ഹനുമാൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് താങ്കൾ ചെയ്യാൻ പോകുന്നത്. സോ ഇനിയുള്ള പെർഫോമൻസുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്കൾ ഇനി വരാൻ പോകുന്ന സിനിമ, ഇനിയും വരാൻ പോകുന്ന ഒരു ഒരു ചാപ്റ്ററുണ്ട്, അതിനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതുപോലെ തന്നെ താങ്കളുടെ വിഷന്റെ പുറകെ പോവുക, ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളുടെ ഭാഗമായി നല്ല നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് നൽകട്ടെ എന്നുള്ള ഒരു ആശംസയോടെ once again thank you so much for ഇതുപോലൊരു പെർഫോമൻസ് തന്നതിനും ഇതുപോലൊരു സിനിമ തന്നതിനും താങ്ക് യു. അത്രേ ഉള്ളൂ പറയാൻ.